ഇനി കംസവധത്തിലേക്ക് ഭഗവാന്റെ യാത്രയെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ പറഞ്ഞു, കാളിയ മർദ്ദനം കഴിയുന്ന മുറയ്ക്ക് ഭഗവാൻ കംസൻ്റെ അന്തകനാണ് എന്ന ബോധം ആർക്ക് പകർന്നു? കംസന് പകർന്നു. ഗോവർദ്ധന പർവ്വതത്തിന് ഉദ്ധാരണം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപൂർണമായിട്ടും തൻ്റെ അന്തകനാണ് കൃഷ്ണൻ എന്നുള്ള വൃത്താന്തം നാരദ മഹർഷിയിൽ നിന്നും ആരറിഞ്ഞു? കംസൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് കൃഷ്ണനെ ഇല്ലാതാക്കേണ്ടതെന്നുള്ള ചിന്തയിലേക്ക് ആര് വന്നു? കംസൻ എത്തിച്ചേരുകയാണ്. ഭഗവാനാകട്ടെ കംസൻ്റെ അടുത്തേക്ക് ചെന്ന് തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പിലേക്ക് ഭഗവാൻ എത്തി. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവസാന ഘട്ടത്തിൽ ഗോപികമാരെ പിരിയുന്നതിന് മുമ്പ് അവരെ മാനസികമായി ഉയർത്താൻ വേണ്ടി രാസലീലയിലൂടെ ഓരോ ഗോപികമാരുടെ ഉള്ളിലും താൻ വസിക്കുന്നു എന്ന ഭാവത്തെ പകർന്ന് ഒരിക്കലും ഭഗവാൻ വേറിട്ട് പോകുന്നില്ല എന്ന മനസ്സിൽ ആരെ എത്തിച്ചു? ഗോപികമാരെ എത്തിച്ചു. വെണ്ണാപഹരണം കഴിഞ്ഞു, വസ്ത്രാപഹരണം കഴിഞ്ഞു. അങ്ങനെ ഗോപികമാരുടെ ഉള്ളിലെ ആനന്ദ സ്വരൂപനായി ഭഗവാൻ സ്ഥിരസ്വരൂപത്തിൽ പ്രതിഷ്ഠിതമായി മാറി. കാരണം ഇവിടുന്ന് ഭഗവാൻ ഇനി നേരെ മധുരയിലേക്ക് പോവുകയാണ്. കംസൻ തന്നെ ഉടനെ തന്നെ മധുരയിലേക്ക് ക്ഷണിക്കും എന്ന് ഭഗവാന് അറിയാം. ഇവിടെ ഈ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ കംസൻ അക്രൂരൻ എന്ന് പറയുന്ന ആളിനെ എവിടേക്ക് അയച്ചു? വൃന്ദാവനത്തിലേക്ക് അയച്ചു. അക്രൂരൻ ഇവിടെ കൃഷ്ണൻ്റെ ബന്ധു കൂടിയാണ്. ഇവിടെ വസുദേവരുടെ ബന്ധു കൂടിയാണ് ആര്? അക്രൂരർ. അക്രൂരർ വളരെ കാലങ്ങളായി കൃഷ്ണൻ്റെ ഭക്തനുമാണ്. കൃഷ്ണനെക്കുറിച്ച് കേട്ട നാൾ മുതൽ നാരദ മഹർഷി പറഞ്ഞ് കംസനോട് പറയുന്നതൊക്കെ അക്രൂരൻ കേട്ടിട്ടുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞത് ആര് കേട്ടിട്ടുണ്ട്? അക്രൂരർ കേട്ടിട്ടുണ്ട്. അന്ന് മുതൽ അക്രൂരർ മനസ്സുകൊണ്ട് കൃഷ്ണനെ കാണാൻ മോഹിച്ച് കൃഷ്ണനെ ഭജിക്കുന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും വൃന്ദാവനത്തിലേക്ക് വന്ന് ഭഗവാനെ ഒന്ന് കാണാനുള്ള മനോധൈര്യം ആർക്കില്ല? അക്രൂരർക്കില്ല. ഭയമുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭഗവാനെ നേടാൻ അക്രൂരർക്ക് സാധിച്ചിട്ടില്ല നല്ലതുപോലെ. അതുകൊണ്ടാണ് നമ്മൾ പലതവണ ഇവിടെ പറഞ്ഞു, ഭക്തൻ എന്തുണ്ടാവരുത്? ഭയമുണ്ടാവരുത്. ഈ ഭയം ആരെയാ? കംസനെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഭയക്കേണ്ട ദൈവിക ശക്തികളല്ല, ആസുരിക ശക്തികളെ ഭയക്കാം. ഈശ്വരനോട് ഭയം വേണ്ടത്. ഈശ്വരൻ ദൈവിക ശക്തിയല്ലേ? ആസുരികമാണോ? ആണോ? ദുഷ്ടതയെ ഭയക്കണം, ക്രൂരതയെ ഭയക്കണം. മനസ്സിലായില്ലേ? അധർമ്മത്തെ ഭയക്കണം. ധർമ്മത്തെ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? നന്മയെ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞൊരർത്ഥം മനസ്സിലായോ? അപ്പോൾ ഇവിടെ കംസനെ ഭയന്ന് മാത്രമാണ് അക്രൂരർ ഇതുവരെയും ഇവിടേക്ക് വരാതിരുന്നത്. ഇപ്പോൾ ഇതാ അക്രൂരരെ തന്നെ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം ആരേൽപ്പിച്ചു? കംസൻ ഏൽപ്പിച്ചു. കാരണം പോകുന്ന ആളിന് സംശയം ഉണ്ടാവരുത്. ഇതിന് മുമ്പൊക്കെ വിട്ടതെല്ലാം ദുഷ്ടന്മാരെയാണ് അല്ലേ? പൂതനയും ഷടകാസുരനെയും തൃണാവർത്തനെയൊക്കെയാണ് അയച്ചത്, ബകാസുരനെയൊക്കെയാണ്. അവരെല്ലാം ദുഷ്ടന്മാരാണ്. അവരാരെയും കൂട്ടിക്കൊണ്ടുവരാനല്ല, നേരെ എന്ത് ചെയ്യണം? അവിടെ പോയി കൊല്ലാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. ഇവിടെ കംസൻ കൃഷ്ണനെ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് കംസൻ തീരുമാനിച്ചു, താൻ തന്നെ നേരിട്ട് പോയി അങ്ങ് വധിച്ചാലോ. അങ്ങോട്ട് ചെന്ന് വൃന്ദാവനത്തിൽ ചെന്ന് കൃഷ്ണനെ കണ്ടുപിടിച്ച് വധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ച ആദ്യമേ. അപ്പം മന്ത്രിമാരൊക്കെ കൂടെ പറഞ്ഞു, ഹേ കംസ, അത് നിനക്കൊരു നാണക്കേടല്ലേ? നീ ഇത്രയും വലിയ പരാക്രമിയായിട്ട് അറിയപ്പെടുന്ന ഇത്രയും ശക്തനായ നീ ഒരു കുഞ്ഞിനെ പിടിച്ച് കൊല്ലാൻ വേണ്ടി അവിടേക്ക് സൈന്യമൊക്കെ ആയിട്ട് പോയെന്ന് പറഞ്ഞാൽ നാണക്കേട് നിനക്ക്. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, നമുക്കവനെ ഇങ്ങോട്ട് വരുത്തി നമ്മുടെ കൺമുമ്പിൽ വെച്ചങ്ങ് കൊല്ലാം. മനസ്സിലായില്ലേ? ഇനി വേറൊരാളെ വിടാൻ ആരും ഉദ്ദേശിക്കുന്നില്ല, കംസൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ബാക്കിയുള്ളവരൊക്കെ വന്ന് പറഞ്ഞ വാർത്തകളൊന്നും കംസൻ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. കാരണം ഒരു കൊച്ചുകുട്ടിയുടെ കൈകൊണ്ട് പൂതന മരിക്കുക എന്നൊക്കെ പറഞ്ഞ കംസന് സംശയമാണ് ഇപ്പോഴും. കാര്യം പൂതന അത്ര ശക്തിമതിയാണ്. മനസ്സിലായില്ലേ? പോയവരാരും നിസ്സാരക്കാരല്ല. അപ്പോൾ അവിടെ ഉള്ള ആളിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് കംസന് അതിനേക്കാൾ വലിയ ആളാണ് അവിടെ ഉള്ളതെന്നുള്ള ബോധം കംസൻ അങ്ങോട്ട് ഉറയ്ക്കുന്നതുമില്ല. കംസൻ ഇപ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് ദേവകിയുടെ കുഞ്ഞാണെന്നുള്ളൊരു ഭാവമാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയായി എന്നുള്ള ഭാവവും കംസനിലുണ്ട്. അതുകൊണ്ട് തന്നെ താൻ നേരിട്ട് തന്നെ തൻ്റെ കൺമുമ്പിൽ തന്നെ ആകട്ടെ ഇനിയുള്ള കാര്യമെന്ന് കംസൻ തീരുമാനിച്ചു. ഇവിടെ അതുകൊണ്ടാണ് അക്രൂരെ അയക്കുന്ന സംശയത്തിനിട വരരുത്. കാര്യം അവിടെ ചെന്ന് കൊല്ലാനാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? നന്ദഗോപര് മക്കളെ അയക്കുമോ? ഏതെങ്കിലും അച്ഛനമ്മയോട് ചെന്നിട്ട് നിങ്ങളെ മക്കളെ ഒന്ന് വിടണേ, അവിടെ കൊണ്ടുപോയി കൊല്ലാനാന്ന് പറഞ്ഞാൽ അയക്കുമോ? അയക്കില്ല, പ്രശ്നമാവും. ഒരുപക്ഷെ ഇനിയും പിടിതരാതെ ചിലപ്പോൾ ഒളിച്ചു വാസം തുടങ്ങിയാലോ? അതുകൊണ്ട് തന്നെയാണ് വളരെ സ്നേഹത്തോടു കൂടി കൂട്ടിക്കൊണ്ടുവരാൻ അക്രൂരെ അയച്ചു. അക്രൂരോട് പറഞ്ഞു, ഒരു കാരണവശാലും എന്തിനാണ് കൂട്ടുന്നതെന്നുള്ള സത്യം പറയരുത്.
കംസനോടുള്ള ഭയം കൊണ്ട് പറയില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ അക്രൂര് സമ്മതിച്ചതെന്ന് ചോദിച്ചാൽ കൃഷ്ണനെ നേരിൽ കാണാനുള്ള ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? ഇനി തന്നെ വിടാതെ വേറെ ആരെങ്കിലും വിട്ടാൽ നേരിൽ പോയി കാണാൻ പറ്റിയില്ലെങ്കിലോ? അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൃഷ്ണനെ കാണാൻ അക്രൂരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇവിടെ കംസൻ്റെ കൊട്ടാരത്തിൽ ഒരു വലിയ ഉത്സവം സംഘടിപ്പിച്ചു. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നന്ദഗോപരെയും യശോദ എല്ലാവരെയും വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ വിടുന്നത്? അക്രൂരെ വിടുന്നത്. ഈ കുട്ടികളെ മാത്രം വിളിക്കാനല്ല വിടുന്നത്. നേരെ അങ്ങനെ അക്രൂരർ നേരെ ഇവിടെ കൃഷ്ണനെ തേടി വരിക. അക്രൂരുടെ മനസ്സിൽ വളരെ വികലമായ ഭ്രമകരമായ ചിന്തകളുണ്ട്, ഭയാശങ്കകളുണ്ട്. ഒരു ഭാഗത്ത് കംസൻ പറയുന്നത് കേൾക്കേണ്ടി വന്നതിൻ്റെ ദുഃഖമുണ്ട്, മറുഭാഗത്ത് കംസൻ പറഞ്ഞതുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റുമെന്നുള്ള സന്തോഷമുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഭാവത്തോടൊക്കെയാണ് ആര് വരുന്നത്? അക്രൂരർ നേരെ ഇവിടേക്ക് വരുന്നത്. ഇതിനിടയ്ക്ക് അക്രൂരർ അറിയാതെ മനസ്സുകൊണ്ട് കംസനെ നമസ്കരിക്കുന്നതുമുണ്ട്. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഭഗവാനെ നേടിത്തരുന്ന ആൾ ഗുരു എന്നല്ലേ പറയണേ? ആ അർത്ഥത്തിൽ നോക്കിയാൽ അക്രൂരരുടെ ഗുരുവായിട്ട് ആരിപ്പം മാറി? കംസൻ മാറി. മനസ്സിലല്ലേ? കംസനാണല്ലോ ഇപ്പോൾ പറഞ്ഞു വിടുന്നത്. ഭഗവാനെ കാണാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുത്ത കംസനായതുകൊണ്ട് കംസ, നീ ഇത്രയും ദുഷ്ടനാണെങ്കിൽ നീ ഇപ്പോൾ എനിക്ക് ഗുരുവിനെ തുല്യമാണടാ എന്നൊക്കെ ആര് ചിന്തിച്ചു? അക്രൂരർ ചിന്തിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളാണ് അക്രൂരർ ഇവിടേക്ക് വരുന്നത്. അക്രൂരർ എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ക്രൂരത ഇല്ലാത്തവനാരോ അവനാണ് അക്രൂരർ. മനസ്സിലായില്ലേ? ക്രൂരത ഇല്ലാത്തവൻ. അക്രൂരർ നേരെ എത്തി. നന്ദഗോപുര അക്രൂരരെ സൽക്കരിച്ചു. നന്ദഗോപുരക്ക് അക്രൂരരെ പരിചയമുണ്ട്. നന്ദഗോപുര ഇടയ്ക്കിടയ്ക്ക് മധുരയിൽ പോകുന്ന ആളാണ്. കാരണം ഈ കംസൻ മഹാരാജാവാണ്. ചെറിയ ചെറിയ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഭാരതം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ചേർന്നിട്ടല്ലേ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യത്തിൽ ഒരു നാട്ടുരാജ്യമാണ് ഏത്? ഈ നന്ദഗോപുരയുടെ ഗോകുലം എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമാണ്, കംസൻ്റെ കീഴിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് നികുതിയൊക്കെ അടയ്ക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് കൃത്യമായിട്ട് വസുദേവരെയൊക്കെ അവിടെയുള്ളവരെയൊക്കെ ഇവിടെ നന്ദഗോപുരക്ക് കൃത്യമായിട്ട് അറിയാം. നന്ദഗോപുർ വളരെ സൽക്കരിച്ചു. വന്ന സമയം തൊട്ട് കൃഷ്ണൻ നേരെ ആരുടെ കൂടെ കൂടി? അക്രൂരുടെ കൂടെ കൂടി. കാരണം എന്താ? കൃഷ്ണൻ അറിയാം അക്രൂർ വന്ന എന്തിനാണെന്ന്. തന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് മുഖ്യ ലക്ഷ്യം എന്നൊക്കെ അറിയാം. അറിയാതെ പോലും അക്രൂരുടെ വായിൽ നിന്ന് കംസൻ്റെ ദുരുദ്ദേശം തൻ്റെ മാതാപിതാക്കൾ അറിയരുത്. കാരണം അവർ ഭയക്കും. മനസ്സിലായില്ലേ? കംസൻ്റെ ഉദ്ദേശം അക്രൂർ വാ തുറന്ന് പുറത്ത് പറയാൻ ആരും ആഗ്രഹിക്കുന്നില്ല, കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്രൂരുടെ കൂടെ അങ്ങ് കൂടി. അന്ന് രാത്രിയിൽ പോയി കിടന്നുറങ്ങിയത് ഒരു അക്രൂരുടെ കൂടെയാണ്. കാര്യം രാത്രി പോലും ഉറക്കത്തെ അക്രൂരർക്ക് അറിയാതെ ഇത് പറയണമെന്നുള്ള ആകാംക്ഷ കൊണ്ട് ടെൻഷൻ കൊണ്ട് ഓടിച്ചെന്ന് നന്ദഗോപുരെ നിൻ്റെ മോനെ അയക്കല്ലേ, അവിടെ കംസൻ കൊല്ലാനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു പോകരുത്. മനസ്സിലായില്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടാകുന്ന നൊമ്പരം ആരിഷ്ടപ്പെടുന്നില്ല? ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഭഗവാൻ അക്രൂരുടെ കൂടെ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അവിടേക്ക്? കാരണം ഇവിടെ പശുക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണേ, ഞങ്ങളെ കൊണ്ടുപോകണേ എന്നാണ് കൃഷ്ണൻ ആരോട് പറയുന്നത്? അക്രൂരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്രൂർ ഇതൊക്കെ സംബന്ധിച്ച് അവിടെ കിടന്നുറങ്ങി. രാവിലെ അവിടേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അക്രൂരോട് നന്ദഗോപുർ പറഞ്ഞു, ഇവിടെ ഗോക്കളൊക്കെ ഉണ്ട്, ഈ പശുക്കൾക്ക് ആവശ്യമായ വെള്ളവും തീറ്റിയും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വെച്ചിട്ട് എല്ലാം ശേഖരിച്ച് തയ്യാറാക്കിയിട്ട് ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് വന്നുകൊള്ളാം. ഇപ്പോൾ ഉടനെ വന്നിട്ട് പെട്ടെന്ന് വിളിച്ചാൽ ഇട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റുന്ന ജീവിത രീതിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ കുട്ടികളെ അയക്കി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലൊരു ഉത്സവം വന്നാൽ, ഒരാഘോഷം വന്നാൽ, നമ്മൾ മുതിർന്നവർ പോകുന്നതിന് മുമ്പേ അവിടേക്ക് ആര് പോകാൻ തയ്യാറാവും? കുട്ടികൾ പോകാൻ തയ്യാറാവില്ലേ? നമ്മളും പറയും ഉത്സവമാണ്, അടുത്ത ബന്ധുവിൻ്റെ വീടാണ്, അവിടെ പോയി കുട്ടികൾ നേരത്തെ പോയിക്കോട്ടെ, അവരെ ആഘോഷത്തിലൊക്കെ പോകാൻ നമ്മൾ പതുക്കെ അങ്ങ് ചെല്ലാം എന്ന് പറയും. ഇതുപോലെ തന്നെ ആരെ അയച്ചു? കൃഷ്ണനെയും ബലരാമനെയും അക്രൂരുടെ കൂടെ അയച്ചു. അക്രൂരനിങ്ങനെ രഥത്തിൽ ഇങ്ങനെ പോവുകയാണ് കൃഷ്ണനെയും ബലരാമനെയും ഇരുത്തിക്കൊണ്ട്. ഇതിനിടയ്ക്ക് കൃഷ്ണൻ വാതോരാതെ അക്രൂരോട് സംസാരിക്കുന്നത്. അക്രൂരോട് കൃഷ്ണന് ഭയങ്കര സ്നേഹമായി. എന്താ കാരണം? കംസനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണ് ആര്? അക്രൂര്. മനസ്സിലായില്ലേ? തൻ്റെ അവതാര ഉദ്ദേശത്തിന് സഹായകരമായി വന്ന അക്രൂരോട് ഇങ്ങനെ വിശേഷം ചോദിക്കും. മധുരയിൽ എന്തൊക്കെയാണ് വിശേഷം, അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, അവിടെ വലിയ ഉത്സവത്തിൽ എന്തൊക്കെയുണ്ട്. നമ്മൾ തന്നെ ഈ ഒരു ഇന്ന് വരെ കാണാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു ഫെസ്റ്റിവലിന് പോവുക. നമ്മൾ ആ ഫെസ്റ്റിവലിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ വന്നു, നമ്മളെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ അയാളോട് ചോദിക്കില്ല അവിടെ എന്തൊക്കെയുണ്ട് അല്ലേ, എന്തൊക്കെ കളിപ്പാട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കഴിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാണാനുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ തിരക്കും. ഇതുപോലെ ഇതൊക്കെ ചോദിക്കുമ്പോൾ അക്രൂർ ഒരു മറുപടി പറയുന്നില്ല. അക്രൂർ ഒരു വല്ലാത്ത
ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നു. അപ്പോൾ കൃഷ്ണന് അക്രൂരുടെ മനോഭാവം മനസ്സിലായി. അക്രൂർ എന്താ ഈ മനസ്സിങ്ങനെ ഇടറി തുടങ്ങുന്നത് വെച്ചാൽ, അക്രൂരുടെ മനസ്സിൽ ഞാൻ ഈ കുട്ടികളെ കൊണ്ടുപോയി കൊടുക്കുന്നത് ആരുടെ കയ്യിലേക്കാണ്? കംസൻ്റെ കയ്യിലേക്കാണ്. മനസ്സിലായില്ലേ? ആ കംസൻ മഹാദുഷ്ടനാണ്, പരാക്രമിയാണെന്ന് അക്രൂർക്കറിയാം. അപ്പോഴും അക്രൂർക്ക് കൃഷ്ണനോട് ഭക്തി ഉണ്ടെങ്കിലും കംസനെ നേരിടാനുള്ള അത്രയും ശക്തി കൃഷ്ണനുണ്ടോ എന്ന് അക്രൂരക്കൊരു സംശയമുണ്ട്. കാരണം കംസൻ്റെ ശക്തിയെ അക്രൂര് നേരിട്ട് കണ്ടിട്ടുണ്ട്. കൃഷ്ണൻ്റെ ശക്തി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നേരിട്ട് കണ്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പം നേരിട്ട് അനുഭവിച്ച ശക്തി ഒരു ഭാഗത്ത് കംസൻ്റെ, മറുഭാഗത്ത് കേട്ടിട്ടുള്ള ശക്തി. അപ്പോൾ ഇത് ബോധ്യമില്ല, ഒന്നിൽ ബോധ്യമില്ല, ഒന്നിൽ ബോധ്യമുണ്ട്. അപ്പോൾ കംസൻ്റെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കുന്നതിനുള്ള ടെൻഷൻ കൊണ്ടാണ് അക്രൂർക്ക് സംസാരിക്കാൻ പറ്റാതിരുന്നത്. ഭഗവാൻ മനസ്സിലായി അക്രൂർക്ക് ഈ ടെൻഷനായാൽ മിക്കവാറും ഇവിടെ നിന്ന് മധുര വരെ ചെല്ലത്തില്ല, BP കൂടി പോകും. അതുകൊണ്ട് അക്രൂരെ ഒന്ന് കൂൾ ചെയ്ത് റിലാക്സ് ചെയ്ത് അക്രൂരുടെ മാനസികാവസ്ഥ ഒന്ന് നേരെയാക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അക്രൂരോട് ചോദിച്ചു, അക്രൂരെ വല്ലാത്ത ഒരു ക്ഷീണം പോലെ, മുഖത്തൊക്കെ ഒരു വല്ലായ്മ പോലല്ലോ. അക്രൂർ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, സത്യം തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അക്രൂർ കള്ളം കൂടി പറഞ്ഞു, യാത്രാക്ഷീണം കൊണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് വേഗത്തിൽ തിരിച്ചു പോവുകയാണ്, അപ്പോൾ വിശ്രമം കിട്ടിയിട്ടില്ല, ഉറക്കമൊന്നും നല്ലതുപോലെ ആയിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അക്രൂരെ അങ്ങനെയാണെങ്കിൽ യമുനാ നദിയിൽ ഒന്ന് ഇറങ്ങി കുളിച്ചോളൂ. കാര്യം യമുനാ നദിയിൽ കുളിക്കുമ്പോഴത്തേക്ക് ഒന്ന് കൂളാവും. ആ നദിയുടെ ജലം കൊണ്ട് നമ്മൾ നല്ല ടയർഡാകുമ്പോൾ ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ, ഒന്ന് കുളിച്ചോളാൻ പറഞ്ഞു. അക്രൂർക്ക് തോന്നി അത് കൊള്ളാം എന്തായാലും. അക്രൂർ പറഞ്ഞു, നിങ്ങൾ കരയിലിരിക്കണം, ഞാൻ കുളിച്ചിട്ട് വരുന്നത് വരെ നിങ്ങൾ വേറെങ്ങും പോരെന്ന് പറഞ്ഞ് അടുത്തൊരു മരച്ചവിട്ടിയിലിരുത്തി കുറേ പഴങ്ങളൊക്കെ പിച്ച് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ കുതിരകൾക്കൊക്കെ വെള്ളം കുടിപ്പിച്ച് അതിനെ കൊണ്ടുവന്ന് അവിടെ കെട്ടി അക്രൂർ നേരെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ നേരെ യമുനാ നദിയിലേക്ക് ഇറങ്ങി. അക്രൂർ യമുനാ നദിയുടെ അടിയിലേക്ക് ഇറങ്ങി. അക്രൂർ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം, അക്രൂരരെ എന്തൊക്കെയുണ്ട്? നോക്കുമ്പം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളത്തിനടിയിൽ കൃഷ്ണൻ ഇരിക്കുന്നു. അക്രൂർ ചാടി മേളിൽ കയറി. കാരണം എന്താ? മേളിൽ ഇരുത്തിയിട്ട് വന്ന് അല്ലേ, കുട്ടിയാണ് വെള്ളത്തിനടിയിരിക്കുന്നത്. അക്രൂർ ഇത് എന്താ സംഭവിച്ചതെന്നറിയാൻ മേളിൽ വന്ന് നോക്കിയാൽ കൃഷ്ണൻ മേളിൽ ഇരിപ്പുണ്ട്. അക്രൂർക്ക് തോന്നി തനിക്ക് തോന്നിയതാവും, ഈ ടെൻഷൻ കൊണ്ട് തോന്നിയതാവും. അക്രൂർ രണ്ടാമത് മുങ്ങി. അടിയിൽ ചെന്നപ്പം വീണ്ടും അടുത്ത ചോദ്യം, അക്രൂരെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അക്രൂർ കണ്ണു തുറന്നപ്പം വീണ്ടും കൃഷ്ണൻ അവിടെ തന്നെയുണ്ട്. അക്രൂർക്ക് ഇതിനേക്കാളും വലിയ വിശേഷമുണ്ടോ? മേളിലും ഇരിക്കുന്നു, വെള്ളത്തിൻ്റെ അടിയിലും ഇരിക്കുന്നു. അക്രൂർ ചാടിപ്പരണ്ട് ഓടി മേളിൽ കയറിയിട്ട് അടുത്ത് ചെന്ന് തുണിയൊക്കെ പിടിച്ച് നോക്കി. ഇനി താൻ ചാടി മേളിൽ കയറുന്നതിന് മുമ്പ് ഈ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഓടി വന്ന് കയറി ഇരിക്കുകയാണെങ്കിലോ, ചെന്ന് പിടിച്ചു നോക്കി തുണിയൊന്നും നനഞ്ഞിട്ടില്ല. അക്രൂർ മൂന്നാമത്തെ മുങ്ങി അടിയിൽ ചെന്നപ്പോൾ അക്രൂരുടെ അടുത്ത് അടുത്ത ചോദ്യം, അക്രൂരെ സുഖം തന്നെയല്ലേ? അക്രൂർ അതോടുകൂടി മറുപടി പറഞ്ഞു, പരമസുഖം. കാരണം എന്താ? അവിടെ കൃഷ്ണനെ ചതുർബാഹു സ്വരൂപത്തിൽ ശംഖുചക്ര ഗദാപത്മധാരിയായ ഭാവത്തിൽ ആര് കണ്ടു? അക്രൂരര് കണ്ടു. മൂന്നാമത്തെ തവണ. അതായത് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. മനസ്സിലായില്ലേ? ത്രിഗുണാത്മകമായ പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നുള്ള പിടി അക്രൂർക്ക് വിട്ടു. അക്രൂരരെ ഭഗവാൻ അനുഗ്രഹിച്ചു, പരമാനന്ദത്തിലേക്ക് അങ്ങ് ഉയർത്തി. അക്രൂർ അതോടുകൂടി അക്രൂരുടെ മനസ്സിൽ പിന്നെ പേടി തുടങ്ങി. എന്തിനെയാ? കൃഷ്ണൻ എന്തെങ്കിലും പറ്റുമെന്നുള്ളതല്ല, കംസൻ്റെ കാര്യം പോക്കാണെന്നുള്ള പേടിയാണ് അവിടെ ആർക്ക് തോന്നിയത്? പിന്നെ അക്രൂർക്ക്. മനസ്സിലായില്ലേ? കൃഷ്ണൻ എന്താണ് എന്നത് ബോധ്യമായി. അപ്പോൾ ഇപ്പോൾ കംസൻ്റെ ശക്തി, ബോധപ്പെട്ട ശക്തി ഒന്നും കൃഷ്ണൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് അക്രൂർ തിരിച്ചറിഞ്ഞു. അതോടുകൂടി കംസ നിൻ്റെ കാര്യം തീർന്നു എന്നുള്ള സന്തോഷമായി അക്രൂർക്ക്. അക്രൂർ കയറി വന്ന് ഭഗവാനെ അങ്ങ് നമസ്കരിച്ചു. ആ ആനന്ദം കൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് രഥത്തിലേക്ക് വീണ്ടും കയറ്റിയിരുത്തി. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ഭഗവാൻ ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. ചോദിക്കാതെ തന്നെ മധുരയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം ആര് പറയാൻ തുടങ്ങി? അക്രൂർ ഇങ്ങനെ വൺ വേ ട്രാഫിക്കായിട്ട് അങ്ങ് പറയാൻ തുടങ്ങി. അക്രൂർ നിർത്തുന്നില്ല. ആദ്യം ചോദിച്ചപ്പോൾ പറയാതിരുന്ന ആളാണ് ഇപ്പം നേരെ വിപരീതമായി ഭഗവാനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. മധുരയിൽ ഇന്ന കാഴ്ചയുണ്ട്, ഇന്ന സംഭവമുണ്ട്, ഇന്നതൊക്കെയുണ്ട്, ഇന്നതൊക്കെ കാണാനുണ്ട്, ഇന്നതൊക്കെ കഴിക്കാനുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. കാരണം ഈ മധുര പോലെയുള്ളൊരു പട്ടണപ്രദേശം ഇന്ന് വരെ ഭഗവാൻ കണ്ടിട്ടില്ല. ഗ്രാമീണ ജീവിതമാണ് നയിച്ചത്. ഇതെല്ലാം ഇങ്ങനെ വാതോരാതെ പറഞ്ഞ് ഇതെല്ലാം കേട്ട് ഭഗവാൻ ഇങ്ങനെ മൂളി നേരെ മധുരയിലെത്തി. മധുരയിലെത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. കംസനെ കാണേണ്ടത് പിറ്റേ ദിവസം പ്രഭാതത്തിലാണ്. അപ്പോൾ അക്രൂർ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ നമുക്ക് എൻ്റെ വീട്ടിൽ തങ്ങാം ഇന്ന് രാത്രി.
വിളിച്ചുകൊണ്ടൊന്ന് വഴി കളയാൻ പറ്റില്ലല്ലോ. അപ്പം ഭഗവാൻ പറഞ്ഞു അക്രൂരെ കുഴപ്പമില്ല, അതൊക്കെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ കാര്യം അക്രൂരെ ഒന്നുകൂടെ ഉറപ്പ് കൊടുക്കുക ഭഗവാൻ. ഞാൻ ഇവിടെ തന്നെ കാണും, വേറെ അങ്ങ് പോകുന്നില്ല ഇനി, മനസ്സിലായില്ലേ? ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആവാലോ അക്രൂരെ. ഇപ്പോൾ അക്രൂർ പൊയ്ക്കോളാൻ പറഞ്ഞു, യഥാസമയത്ത് വരാം എന്ന് പറഞ്ഞു. അക്രൂരെ യാത്രയാക്കി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ നഗരമൊക്കെ ഒന്ന് കാണട്ടെ, ഉത്സവത്തിൻ്റെ തലേ നമുക്കറിയാം ഭയങ്കര അലങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് അവിടെ ഒരു തുണി നെയ്ത്തുകാരൻ ഇരുന്ന് തുണി നെയ്യുന്നു. വലിയ പട്ടുവസ്ത്രങ്ങളൊക്കെയാണ് ഇവർ ഉടുത്തുകൊണ്ട് വന്ന, വളരെ ഗ്രാമീണ വസ്ത്രങ്ങളാണ്. അയാളോട് ചെന്ന് പറഞ്ഞു നിങ്ങൾ ഈ നെയ്യുന്ന ഈ വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഈ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും മാറ്റി ഈ നല്ല വസ്ത്രങ്ങൾ ധരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും കൂടി വസ്ത്രം തന്നാലും എന്ന് പറഞ്ഞു. ഈ നെയ്ത്തുകാരൻ പറഞ്ഞു ഇത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വസ്ത്രം തുണി നെയ്യുന്ന സ്ഥലമാണ്, ഇവിടെ നിങ്ങളെപ്പോലെയുള്ള ബാലകന്മാർക്ക് പ്രത്യേകിച്ചും പൈസ ഇല്ലാത്തവനൊന്നും തുണി തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു. ഭഗവാനാകട്ടെ തൻ്റെ ഇടത് കരം കൊണ്ട് ഒരു ഒറ്റ അടി കൊടുത്ത് അയാളെ അങ്ങ് കൊന്നു. എന്നിട്ട് അവിടെ നിന്ന് തുണിയൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് പോയി. ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു തുണിക്ക് വേണ്ടി ഒരാളിനെ കൊല്ലുന്നത് ശരിയാണോ? ആണോ? അല്ല. എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ആ തുണിയൊക്കെ എടുത്ത് ധരിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ കൊട്ടാരത്തിലെ കംസൻ്റെ കൊട്ടാരത്തിലെ ബ്യൂട്ടീഷ്യൻ നടന്നു വരിക. മനസ്സിലായില്ലേ? അതീവ സുന്ദരിയാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 3 വളവുണ്ട്. ത്രിജട എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ത്രിവിക്രമ എന്നൊക്കെ പറയുന്ന കണക്ക് 3 വളവോട് കൂടിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ വളരെ സുന്ദര രൂപമാണ്, കാണാനൊക്കെ നല്ല സുന്ദരമാണ്, പക്ഷേ 3 വളവ്. അപ്പോൾ പിന്നെ സൗന്ദര്യം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കയ്യിലൊരു താലമുണ്ട്. ഈ താലത്തിനകത്ത് നിറയെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ ചോദിച്ചു നിങ്ങളിത് ആരാണ്, നിങ്ങളിതും കൊണ്ട് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൊട്ടാരത്തിലെ രാജ്ഞിമാർക്കും രാജ്ഞിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോഴിമാർക്കുമുള്ള കുറിക്കൂട്ടുകളുമായിട്ട് പോവുകയാണ്, അവരെ അലങ്കരിക്കാനുള്ള അലങ്കാര വസ്തുക്കളാണെന്ന് പറഞ്ഞു. കൃഷ്ണൻ ചോദിച്ചു ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടോ? കാര്യം കൃഷ്ണൻ ഇതുവരെ കണ്ടിട്ടുള്ള ഗോപികമാർ വാരിത്തേക്കുന്ന കരിയും ചാന്തും മനസ്സിലായി സിന്ദൂരം ഒക്കെയാണ്. ഒരാൾ ഇവിടെ പൊട്ടുവിടുമ്പോൾ ഒരാൾക്ക് തൊടാൻ പറ്റുന്നില്ല, ഒരാൾ ഇവിടെ തൊടും, അടുത്ത ആൾ ഇവിടെ തൊടും, ഇങ്ങനെ മൊത്തത്തിൽ അലങ്കരിച്ച് അവസാനം ഒരു പരുവാക്കിയിട്ടാണ് കൃഷ്ണൻ വിടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇതൊക്കെ ഉണ്ട്, എന്നാൽ പിന്നെ ഞങ്ങൾക്കും കൂടെ ഒന്ന് ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. ശരി, ഇട്ട് തരാം. വളരെ സ്നേഹത്തോടു കൂടി ഇവർ കൃഷ്ണനെയും ബലരാമനെയും ചേർത്ത് നിർത്തി ഇവരെന്ത് ചെയ്തു? അലങ്കരിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അവിടെ നിന്ന് ഭഗവാനെയൊക്കെ നല്ല സുന്ദരനാക്കി മേക്കപ്പ് ചെയ്ത് നല്ലതുപോലെ മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഭഗവാൻ അങ്ങ് സന്തോഷമായി. ഈ സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാതെ പോവുക എന്ന് പറയുന്നത് മോശമല്ലേ? ഭഗവാൻ നേരെ എന്ത് ചെയ്തു? ഇവരുടെ കാലിനിട്ടൊരു ചവിട്ടങ്ങ് കൊടുത്തു. കാലിന് ചവിട്ട് കൊടുത്തിട്ട് താടിക്ക് പിടിച്ചൊരു പൊക്കൂടെ പൊക്കി. അപ്പോൾ ഈ വളഞ്ഞിരിക്കുന്നതിൻ്റെ ചവിട്ടിയിട്ട് മേള് പിടിച്ച് പൊക്കിയാൽ എന്താവും? നൂരും. മനസ്സിലായില്ലേ? കാലിനൊരു ചവിട്ടും കൊടുത്ത് താടിക്ക് പിടിച്ച് പൊക്കിയിട്ട് ഒരു കൈ കൊണ്ട് മുതുകത്തൊരു തടവും കൂടെ തടവി. അതോടുകൂടി ഇവരുടെ വക്രത മാറി നേരെ അങ്ങ് നുകർന്നു. മനസ്സിലായില്ലേ? അതോടുകൂടി അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരും വിളിച്ചു ഭഗവാനെ എൻ്റെ വീട്ടിലേക്കൊക്കെ വരണേ. ഭഗവാൻ പറഞ്ഞു വരാം. ഭഗവാനോടൊരു അനുരാഗമായി അവർക്ക്. അവരെയാണ് കുബ്ജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഭഗവാൻ നേരെ പോകുന്നത് കംസൻ്റെ അവിടുത്തെ ആ ഉത്സവത്തിൻ്റെ മുഖ്യ ആകർഷണം ഒരു വില്ലാണ്. കംസൻ്റെ പ്രതാപത്തെ പ്രകടിപ്പിക്കാനാണ് ആ വില്ല് അവിടെ വെച്ചിരിക്കുന്നത്. ഈ വില്ല് സാധാരണക്കാർക്കൊന്നും എടുത്ത് പൊക്കാൻ പറ്റത്തില്ല, അത്ര ഭാരമുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഇന്ന് എടുത്ത് പൊക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ഭാരം എടുത്ത് പൊക്കാൻ കഴിവുള്ളവരെന്ന് പണ്ടുള്ളവർ. വലിയ ഭാരമാണ്. നമ്മൾ കംസനെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞില്ലേ, ജരാസന്ധൻ്റെ ആനയെ എടുത്ത് വാലി പിടിച്ച് കറക്കിയിട്ടുള്ള ആളാണ്. അത്രയും ബലമുള്ള ആളാണ് കംസൻ, നിസ്സാരക്കാരല്ല. ആ കംസൻ എടുക്കുന്ന വില്ലെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു യോദ്ധാവിനായിട്ടുള്ള ഒരാളെടുക്കണമെങ്കിൽ 10-15 പേര് ഒരുമിച്ച് ചേർന്ന് പൊക്കേണ്ട അത്രയും ഭാരമുണ്ട്. അത്രയും ബലശാലിയാണ്. തൻ്റെ ശക്തി തെളിയിക്കാൻ കൂടിയിട്ടാണ് ഈ ആഘോഷം വില്ല് വെച്ചിട്ടൊരു ഉത്സവം നടത്തുന്നത്. ഈ വില്ല് അതുകൊണ്ട് വലിയ ഒരു പ്രദർശനശാലയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന് കാവൽക്കാരൊക്കെ നിൽപ്പുണ്ട്, അലങ്കരിച്ച് ആ വില്ലൊക്കെ അവിടെ വെച്ചിരിക്കുക. ഈ വരുന്നവരെല്ലാവരും, ഈ ആഘോഷത്തിൽ വരുന്നവർ ഈ വില്ല് കാണണം. എന്തിനാണ്? കംസനോടുള്ള ഭയം കൂടണം. കാര്യം ഈ വില്ലൊക്കെ എടുത്ത് പൊക്കുന്ന, ഇതൊക്കെ ആയുധമായി കൊണ്ടു കിടക്കുന്നവനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കംസനെ ഒരു പേടി വരണം. നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം, ഈ ഓരോ രാജ്യങ്ങൾ അവരുടെ സൈനിക പരേഡുകൾ നടത്തുന്ന കണ്ടിട്ടില്ലേ? ഓരോ രാജ്യങ്ങൾ, നമ്മുടെ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഓരോ രാജ്യങ്ങളും അവരുടെ സൈനികപരമായ അഭ്യാസങ്ങൾ നടത്താറുണ്ട് ലോകത്തിന് മുമ്പിൽ. എന്താ കാരണം? ഞങ്ങളെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് അല്ലേ? റിപ്പബ്ലിക് ദിനമൊക്കെ കാണുമ്പോൾ മിസൈലിൻ്റെ രൂപം, സൈന്യത്തിൻ്റെ രീതി, പിന്നെ
നേവി വിമാനം പറത്തി കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ. കാരണം ഞങ്ങൾക്ക് കരുത്തുണ്ട്, ശക്തിയുണ്ട്, ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്നത് നോക്കിയും കണ്ടും വേണം എന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഒരു ആത്മാഭിമാനം വർദ്ധിക്കാനും ഒരു പൗരുഷത്തെ വർദ്ധിപ്പിക്കാനും അതുപോലെ മറ്റുള്ളവരെ മുമ്പിൽ നമ്മുടെ ആ കപ്പാസിറ്റി പ്രകടിപ്പിക്കാനും കൂടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതുപോലെയായി കംസൻ്റെ ഈ വില്ല് പ്രദർശിപ്പിക്കൽ. ഇവിടെ ഭഗവാൻ നേരെ ഈ വില്ലിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ നിൽക്കുന്നവർ തമാശ രൂപേണ കുട്ടികളെ നോക്കി ചിരിച്ചു. എന്തോ കാണാൻ വന്നോ? അല്ല, ഈ വില്ലെന്ന്. ഓ, കാണാൻ വന്നതാണോ? വേണമെങ്കിൽ അങ്ങ് എടുത്തോ. കളിയാക്കുന്ന കണക്കാണ് പറഞ്ഞത്. വേണമെങ്കിൽ അങ്ങ് എടുത്തോ. കാര്യം എന്താ, വലിയ ആൾക്കാർക്ക് പോലും ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചാൽ എടുക്കാവോ? പിന്നെ എടുത്തോ. പറഞ്ഞു തീർന്നതിന് മുമ്പ് ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ 2 വിരൽ കൊണ്ട് നിസാരമായി വില്ലെടുത്തങ്ങോട്ട് പൊക്കി. ഈ കാവൽക്കാർ ഞെട്ടിപ്പോയി. അവർക്ക് തടയാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ 2 ഭാഗത്തായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് കാലിൻ്റെ മുട്ട അങ്ങോട്ട് ഉയർത്തി അവിടേക്ക് വെച്ച് ഒറ്റ അടി അടിച്ചു, നടുക്ക് വെച്ച് ഒടിച്ചു. ഒരു ഭാഗം നേരെ ബലരാമൻ്റെ കൈ കൊടുത്തു, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ഭാഗം തൻ്റെ കയ്യിലും പിടിച്ചു. കംസൻ്റെ പ്രതാപത്തിനെ നെടുകെ ഒടിച്ചു കളഞ്ഞു. കാവൽക്കാർക്ക് അപ്പോഴാണ് സീരിയസ് മനസ്സിലായത്. കാവലേൽപ്പിച്ചിരിക്കുകയാണ് കംസൻ. ഈ വില്ലൊടിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടുവോ? കംസൻ വെറുതെ വിടത്തില്ല. ഇവർ പെട്ടെന്ന് ആയുധവുമായിട്ട് കൃഷ്ണനോടും ബലരാമനോടും ഏറ്റുമുട്ടി. ഭഗവാനും ബലരാമനും കൂടി ഈ വില്ലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ഇവരെ മുഴുവൻ അടിച്ചങ്ങ് വധിച്ചു. ഈ വൃത്താന്തങ്ങളെല്ലാം ആരറിഞ്ഞുകൊണ്ടിരിക്കുക? കംസൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. കംസന് പൂർണ്ണമായി ഉറക്കം നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ വ്രതമെടുത്ത് ഭഗവാനെ സ്മരിച്ച് ഉറങ്ങാതിരിക്കുന്ന കണക്ക് കംസൻ ഭയം കൊണ്ട് ഭഗവാനെ സ്മരിച്ചങ്ങ് ഉറങ്ങാതായി. ഒരർത്ഥത്തിൽ പറഞ്ഞ ദുഷ്ടന്മാരുടെ വ്രതം ഇങ്ങനെ. മനസ്സിലായില്ലേ? നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിച്ച് ഉറങ്ങാതിരിക്കും അല്ലേ? നമ്മൾ ചില വ്രതങ്ങളൊക്കെ ഉണ്ട്, ശിവരാത്രി പോലെയുള്ള ചില വ്രതങ്ങൾ എടുക്കുന്നത് പോലെ ഇവിടെ കംസന് അതുപോലെ തന്നെ ഈ ദേഷ്യം കൊണ്ടും ഭയവും കൊണ്ടും കൃഷ്ണനെ അങ്ങ് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആകെ ഉള്ള ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി. കംസൻ്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ആകെ വിഭ്രാന്തിയിലായി കംസൻ. ചെറിയൊരു കാറ്റടിച്ചാൽ കംസൻ ചാടി എഴുന്നേക്കും, കൃഷ്ണൻ വരുന്നു എന്നും പറഞ്ഞിട്ട്. ഒരു തുണിയൊന്നനങ്ങിയാൽ കംസൻ, ആരുടെയെങ്കിലും പാദചലനം കണ്ടാൽ കംസൻ വാളുമായിട്ട് ഓടും കിടന്ന്. അങ്ങനെ ഒരു അവസ്ഥ ആരിലേക്കെത്തി? കംസനിലേക്കെത്തി. ഇവിടെ രാവിലെ നേരം വെളുത്തപ്പോൾ ഭഗവാൻ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. രാവിലെയാണല്ലോ രാജാവിനെ മുഖം കാണിക്കാനെന്ന് അക്രൂര് പറഞ്ഞത്. നേരെ വരുന്ന സമയത്ത് ബലരാമനും കൃഷ്ണൻ കൂടി വരുമ്പോൾ ഇവർക്ക് കയറി വരാൻ വേണ്ടി ഇവരെ ആനയിച്ചതൊരു ചെറിയ കവാടത്തിലൂടെയാണ്. ആ കവാടത്തിലാകട്ടെ അത് നിറഞ്ഞിട്ടൊരു ആന നിൽക്കുന്നുണ്ട്, ഒരു മഥയാന. കുവലയപീഠം എന്ന് പറയുന്ന കംസന് ശ്രീധനമായി ജരാസന്ധം കൊടുത്ത ഏറ്റവും ക്രൂരഭാവമുള്ള, സാധാരണ ആനകൾ മഥയാനകൾ ഒരു ക്രൂരതയാണ്, അതിനേക്കാൾ 10 മടങ്ങ് കൊലയാന എന്ന് പേര് കേട്ട മഥയാനയാണ് അവിടെ നിൽക്കുന്നത്. ഈ മഥയാനയാകട്ടെ ഈ കൃഷ്ണനെയും ബലരാമനെയും കണ്ട മാത്രയിൽ ഇവരെയാണ് തൻ്റെ ശത്രുക്കളായി ഇല്ലാതാക്കേണ്ടത്, നിസ്സാരമായി ഞാനിവരെ 2 കൊമ്പിൽ കുത്തി ഈ 2 പേരുടെയും മാറിടം പിളർന്ന് തൻ്റെ കൊമ്പിൽ കോർത്ത് കംസൻ്റെ മുന്നിലേക്ക് ഞാൻ തലയുയർത്തി കാണിക്കും എന്ന അഹംഭാവത്തോടുകൂടി ഈ കുവലയപീഠം തൻ്റെ 2 കാലുകൾ ഉയർത്തി മുകളിലേക്ക് ഉയർത്തി തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് അലറി വിളിച്ച് കാലുകൾ നിലത്തേക്ക് ആഞ്ഞു കുത്തിക്കൊണ്ട് ഭഗവാന് നേരെ കുതിക്കുന്ന നിമിഷം ബലരാമനെ ഒന്ന് തട്ടി സൈഡിലേക്ക് മാറ്റിയിട്ട് ഭഗവാൻ ഒരു ഒറ്റ കുതിപ്പിന് ഈ തുമ്പിക്കൈയിൽ ചവിട്ടി നേരെ അതിൻ്റെ ശിരസ്സിന് മുകളിലേക്ക് കയറി തൻ്റെ 2 കൈ കൊണ്ടും അതിൻ്റെ മൂർധാവിലേക്ക് ആഞ്ഞൊരു ഇടിയോടുകൂടി കുവലയപീഠം അവിടെ ചരിഞ്ഞു. ഒരൊറ്റ ഇടിക്ക് കുവലയപീഠത്തെ തീർത്തു. ആ കുവലയപീഠം മറിഞ്ഞു വീഴുന്ന ശബ്ദം കംസൻ്റെ ഉള്ളിൽ വലിയ ഇടിമുഴക്കമായി, ഭയത്തിൻ്റെ ഇടിമുഴക്കമായി. ആ മറിഞ്ഞു വീഴുന്ന കുവലയപീഠത്തെ ചവിട്ടി മതിച്ചുകൊണ്ട് ഭഗവാൻ വളരെ നിസ്സാരമായി കുവലയപീഠത്തിൻ്റെ 2 കൊമ്പും പിഴുതങ്ങെടുത്തു. ഇവിടെ എന്തിനാ ഈ കൊമ്പ് പിഴുതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം അല്ലേ? ആനവേട്ട വല്ലതും ആണോ? കൊമ്പ് 2ഉം പിഴുതങ്ങെടുത്തു. ഒരു കൊമ്പ് ബലരാമൻ്റെ കൊടുത്തു, ഒരു കൊമ്പ് സ്വന്തം കയ്യിൽ തന്നെ പിടിച്ച് തോളിലോട്ട് വെച്ചു. അതിൻ്റെ തൊട്ടു പുറവിൽ മുഷ്ടികനും ചാണൂരൻ എന്ന് പറയുന്ന 2 മല്ലയുദ്ധക്കാർ, കംസനോളൊപ്പം തുല്യമായ ശക്തിയുണ്ട് ഓരോരുത്തർക്കും. അവരാണ് ഇവിടെ നിന്നത്. ഇതുവരെ അവർ തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യം എന്താ? കുവലയപീഠത്തെ കടന്നിട്ട് എന്തായാലും മുന്നോട്ട് വരില്ല. പക്ഷെ കുവലയപീഠം വീഴുന്ന കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ആ അന്തരീക്ഷം മനസ്സിലായി. ചാടി എഴുന്നേറ്റു അവർ. ആ ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ മുഷ്ടികനെ ബലരാമൻ നേരിട്ടു, ചാണൂരനെ കൃഷ്ണനും നേരിട്ടു, അവരെയും വധിച്ചു. പിന്നുള്ളത് കംസനാണ്.
കംസൻ ആയുധവുമായി ചാടി അട്ടഹസിച്ച് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്ന മാത്രയിൽ ഭഗവാൻ ഒരു ഒറ്റക്കുതിപ്പിന് കംസൻ്റെ അടുത്ത് നിന്നു. കംസൻ്റെ കയ്യിലിരുന്ന ആയുധം തട്ടിക്കളഞ്ഞ് കംസൻ്റെ മടിക്കുത്തിൽ പിടിച്ച് പൊക്കിയെടുത്ത് നേരെ കംസനെയും കൊണ്ട് ആ മട്ടുപ്പാവിൽ നിന്ന് താഴേക്കൊരു ചാട്ടം, കംസനെ നിലത്തേക്ക് കൊണ്ടുവന്നൊരു ഇടി ഇടിച്ച് നിലത്തോട്ട് കിടത്തി തൻ്റെ കാലുകൾ കംസൻ്റെ നെഞ്ചിലേക്കൊന്ന് അമർത്തി. കംസൻ്റെ കാര്യം കഴിഞ്ഞു. കംസനെ വധിച്ചു. നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്ര നിസ്സാരമായി കംസനെ ഭഗവാൻ വധിച്ചു അല്ലേ? വലിയ യുദ്ധമൊന്നും നടന്നിട്ടില്ല. ഇവിടെ എന്താ ഇതിന് കാരണം? രാമാവതാര കാലത്ത് രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ പോയല്ലോ. ആ സമയത്ത് രാവണനുമായിട്ടുള്ള യുദ്ധം വളരെ ദുഷ്കരമായിരുന്നു. പല ദിവസങ്ങളിൽ നീണ്ടു നിന്നു. ഒടുവിൽ അഗസ്ത്യനും അതുപോലെ തന്നെ വിഭീഷണനും ഒക്കെ വന്ന് ചില തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ യുദ്ധത്തിൽ വിജയം വരിക്കുന്നത്. അന്ന് ദേവന്മാർ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങയ്ക്കൊരു ദുഷ്ടനെ നിഗ്രഹിക്കാൻ, ഒരു അധർമ്മിയെ നിഗ്രഹിക്കാൻ ഇത്രയും സമയം വേണോ? ഇത്രയും കാലം അങ്ങയ്ക്ക് ആവശ്യമാണോ? ഭഗവാൻ ആ സമയത്ത് പറഞ്ഞു, ഞാൻ ഓരോ സമയത്ത് ഓരോരോ കർമ്മം ചെയ്യുന്നതിന് ഓരോ അടിസ്ഥാനം ഉണ്ടാവും. മനസ്സിലായില്ലേ? സമയം എനിക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ള നിങ്ങളുടെ ചിന്തയ്ക്ക് അടുത്ത അവതാരത്തിൽ മറുപടി തരാം. അടുത്ത അവതാരത്തിൽ, കൃഷ്ണാവതാരത്തിൽ അതുകൊണ്ട് എന്ത് ചെയ്തു? സമയം എടുക്കാതെ നിസാരമായി കംസനെ തീർത്തു. കാലവും കാലാധിവർത്തിയും, കാലത്തെ നിർദ്ദേശിക്കുന്ന ആളും കാലത്തെ നയിക്കുന്ന ആളും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ സമയം എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഇതെല്ലാം ഭഗവാൻ്റെ അല്ലേ. ഒരിടത്ത് സമയം എടുത്തെങ്കിൽ ഇവിടെ സമയം എടുത്തില്ല. ഇനി മറുഭാഗം നമ്മൾ ചിന്തിച്ചാൽ എന്താ? യഥാർത്ഥത്തിൽ കംസൻ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭഗവാൻ അടുത്തേക്ക് ചാടി ചെല്ലുമ്പോൾ കംസൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയിലാണ്. കാര്യം ദേവകിയുടെ കല്യാണത്തിൻ്റെ അന്ന് തൊട്ട് കംസനെ കിടത്തി തുടങ്ങി മാനസികമായി അല്ലേ. 8ാമത്തെ പുത്രൻ വധിക്കുമെന്നുള്ള ശരീരി. അത് കഴിഞ്ഞ് ആദ്യത്തെ പുത്രൻ ജനിച്ചപ്പോൾ തന്നെ അതിനെ തിരിച്ചു കൊടുത്തപ്പോൾ നാരദര് വന്നു പറഞ്ഞു, നാരായണനാണ് വരുന്നത്, ദേവന്മാരാണ്, കംസ നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. 6 മക്കളെയും വധിച്ച് ഇച്ചിരി കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ 7ാമത്തെ കുഞ്ഞിനെ കാണാതെ പോയെന്നൊരു വാർത്ത വന്നു. കാര്യം എന്താ? രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു. 8ാമത് വന്ന കുഞ്ഞിന് പകരം ആണാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്നപ്പോൾ പെൺകുട്ടിയെ കിട്ടി. ആ പെൺകുട്ടിയെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ മുകളിലേക്ക് ഉയർന്നു പോയി നിന്നിട്ടത് നിൻ്റെ അന്തകൻ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കംസന് സർവ്വനാടിയും തകർന്നു തുടങ്ങി, രോഗം ബാധിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അയച്ച ഓരോരോ ആൾക്കാരും മരിച്ചു തുടങ്ങിയില്ലേ. പൂതനയും ഷടകാസുരനും തൃണാവർത്തനും അങ്ങനെ തുടങ്ങിയവരെല്ലാം വധിക്കപ്പെട്ടപ്പോഴൊക്കെ തളർച്ച ആർക്കാ നേരിടുന്നത്? കംസൻ്റെ ശക്തിക്കാണ്. മനസ്സിലായില്ലേ? കംസൻ്റെ ആസുരികമായ ശക്തിക്ക് തളർച്ച നേരിട്ട് ഒടുവിൽ തൻ്റെ മുമ്പിൽ കുവലയപീഠം തകർന്നു, അത് തൻ്റെ വില്ലൊഴിഞ്ഞു. അത് കഴിഞ്ഞത് ആ മുഷ്ടികൻ ചാണൂർ, ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഷോക്ക് കൊണ്ട് കംസൻ യഥാർത്ഥത്തിൽ ഐസിയുവിൽ നിന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയായി. നിസ്സാരമായി കംസനെ ഏതാണ്ട് 18 വർഷക്കാലം കംസനെ മരണഭയം കൊണ്ട് ആര് വേട്ടയാടി? ഭഗവാൻ വേട്ടയാടി. ദേവകിയുടെ വിവാഹം തൊട്ട് കംസനെ വധിക്കുന്ന സമയം വരെ എടുത്താൽ ഏതാണ്ട് 18 വർഷത്തിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അത്രയും കാലം ഒരു മരണഭയം കൊണ്ടൊരു മനുഷ്യനെ വേട്ടയാടുക എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് കംസനെ വധിക്കുന്നത്. ഇതാണ് ഭഗവാന്റെ അവതാരത്തിൽ. ഈ കംസൻ പൂർവ്വജന്മത്തിൽ കാലനേമി എന്ന് പറയുന്ന അസുരനായിരുന്നു. രാമാവതാര കാലത്ത് ഈ മൃതസഞ്ജീവനി എടുക്കാൻ വേണ്ടി ഹനുമാൻ പോകുമ്പോൾ ഹനുമാനെ വഴിതടഞ്ഞു വരുന്ന കാലനേമി എന്ന് പറയുന്നൊരു അസുരനുണ്ടായിരുന്നു. ആ സമയത്ത് വിഷ്ണുവിൻ്റെ കൈകൾ കൊണ്ടാണ് മരണപ്പെട്ടത്. പക്ഷേ കർമ്മ വാസനകൾ ഫലം പൂർണ്ണമായും പ്രാരാബ്ദങ്ങൾ തീരാത്തതുകൊണ്ട് അടുത്ത ജന്മത്തിൽ വീണ്ടും കംസനായി ഭഗവാന്റെ കുലത്തിൽ വന്ന് പിറന്ന് കംസനായി വന്നു പിറന്ന് കാലനേമി ഭഗവാന്റെ കൈ കൊണ്ട് മരണപ്പെടുകയാണ്. ഇനി ഇവിടെ ഈ ഭഗവാന്റെ ആ യാത്ര നമ്മൾ ഉടനീളം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ മുമ്പേ കണ്ടു, ഭ്രമിക്കുന്ന ജീവൻ ആണല്ലോ ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കാണാൻ വേണ്ടി വരുന്നത് ഇല്ലേ? അക്രൂരർ ഇല്ലേ? അക്രൂരർക്കൊരു ഭ്രമമുണ്ട്. നമ്മളെപ്പോലെയാണ്. ഭഗവാൻ ശക്തനാണോ ശക്തി കുറവാണോ നമുക്കൊക്കെ ആ ചിന്തയില്ലേ? സാധിക്കുമോ സാധിക്കത്തില്ല, 2 ഭാവം നമുക്കും ഉണ്ട് അല്ലേ? സാധാരണഗതിയിലുള്ള ചിന്തയിൽ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ? ഉണ്ടോ? ഭയമുണ്ട് നമുക്ക്. സാധാരണഗതിയിൽ നമ്മൾ ഭക്തികളൊക്കെ തുടക്കത്തിൽ നമുക്കൊരു ഭയമുണ്ട് അല്ലേ? സംശയങ്ങളുണ്ട്. ഇതുപോലെയാണ് അക്രൂർ, ഭ്രമിക്കുന്ന ജീവൻ. ആ ഭ്രമിക്കുന്ന ജീവനായ അക്രൂർ വന്ന് ഭഗവാനെ കണ്ടു, സ്വീകരിച്ചു. പക്ഷേ എങ്കിലും ഭ്രമം വിട്ടുമാറിയില്ല. അവിടെ വിട്ടുമാറണമെങ്കിൽ ആ ജീവൻ എന്ത് ചെയ്യണം? തമോ ഗുണത്തെയും രജോ ഗുണത്തെയും കടന്ന് സത്വഗുണപ്രധാനമായ ഭാവത്തിലേക്ക് ഉയരണം. മനസ്സിലായില്ലേ? ത്രിഗുണങ്ങളുടെ ആധിക്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അതിനാണ് നദിയിൽ മുങ്ങി ഭഗവാൻ 3 തവണ അക്രൂരർക്ക് എന്ത് കാണിച്ചത്? തൻ്റെ രൂപത്തെ കാട്ടിക്കൊടുത്തത്. ഇവിടെ നദി എന്ന് പറയുന്നത് ജ്ഞാനമാണ്.
അഴുക്കിനെ കഴുകിക്കളയുന്നതാണല്ലോ നദി. അതിനാണല്ലോ അക്രൂരെ നദിയിൽ ഇറക്കിയത്, അല്ലേ? അക്രൂരെ നദിയിലിറങ്ങി സ്നാനം ചെയ്യാൻ പറഞ്ഞത് അഴുക്കിനെ, ക്ഷീണത്തെയും കഴുകിക്കളയാനാണ്. ഇവിടെ നമ്മുടെ ജീവനിൽ, നമ്മുടെ ശരീരത്തിലുള്ള അഴുക്ക് എന്ന് പറയപ്പെടുന്നത് ത്രിഗുണങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ ഗുണങ്ങളാണ്, ത്രിഗുണങ്ങളാണ് നമ്മളെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ സത്യത്തെ ബോധ്യപ്പെടുത്താതെ തളച്ച് നിർത്തുന്നത്. അതിനെ എന്തുകൊണ്ട് കഴുകണം? ജ്ഞാനം കൊണ്ട് കഴുകണം. ആ ജലം, യമുനാ നദിയിലെ ജലം എന്നത് ജ്ഞാനമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കാൻ തയ്യാറാവണം. അപ്പോൾ ഭഗവാന്റെ ദിവ്യ ദർശനം കിട്ടി. പിന്നെ അക്രൂർക്ക് ഭയമുണ്ടോ? അക്രൂർ ആത്മബോധത്തിലേക്ക് എത്തി. ഇനി അങ്ങനെയുള്ള അക്രൂരാണ് ഭഗവാനെ കൃത്യമായി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. ഇനി അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ ഒരു തയ്യൽക്കാരനെ അടിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ. ആരാണെന്ന് ചോദിച്ചാൽ രാമാവതാര കാലത്ത് സീത പരിശുദ്ധയല്ല എന്ന് പറഞ്ഞൊരു അലക്കുകാരനുണ്ടായിരുന്നല്ലോ. മനസ്സിലായില്ലേ? അന്ന് ഇത് പറഞ്ഞ സമയത്ത് സീതയെ ഉപേക്ഷിച്ചു ഭഗവാൻ. കാരണം രാജാവായി ഭരിക്കുമ്പോൾ ഒരു രാജാവിനെതിരെ ഒരു ആരോപണം വരാനും പാടില്ല എന്ന് രാമന് നിഷ്ഠയുള്ളത് കൊണ്ട് വളരെ ഹൃദയവേദനയോടെ ആരെ ഉപേക്ഷിച്ചു? സീതയെ ഉപേക്ഷിച്ചു. നമ്മൾ വിചാരിക്കുന്ന കണക്ക് സീതയെ കാട്ടിക്കളഞ്ഞ രാമന് സീതയോട് എന്താ സ്നേഹം എന്നൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ രാമനോളം സീതയോട് സ്നേഹം വേറെ ആർക്കുമില്ല. അതുകൊണ്ടാണ് സീത പോയിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അല്ലേ ഏകപത്നി വ്രതത്തിൽ നിന്ന് ആ രാമൻ ജീവിച്ചത്. ഈ സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ലക്ഷ്മണനോടും ഭരതനോടും ഒക്കെ പറയുന്നുണ്ട്, ഒറ്റയൊരാൾ എൻ്റെ തീരുമാനത്തിനെതിരെ നിൽക്കരുത്. അത് ഇവരെതിർത്ത് പറയുന്നൊരു പേടിയുണ്ട് രാമന് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് സീതയെ കൊണ്ട് ഉപേക്ഷിക്കാൻ. ഇത് കഴിഞ്ഞ് രാമൻ കൊട്ടാരത്തിനുള്ളിലേക്ക് വരുമ്പോൾ പൊട്ടിക്കരയുന്ന രാമനെ വാൽമീകി വരച്ച് കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും രാമനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ രാജാവ് എന്നുള്ള നിലയിൽ ആരോപണങ്ങൾക്ക് വിധേയനായാൽ പ്രജകൾക്ക് രാജാവിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ശരിയല്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ചിന്തയെങ്ങാണ്ട് ഇന്നത്തെ ഭരണാധികാരികൾക്കുണ്ടോ? ഇന്ന് എത്ര ആരോപണം വന്നാലും തെളിഞ്ഞാലും ഞങ്ങൾ രാജിവെക്കില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ നാട് മുടിക്കാൻ വന്നവരാ. ഇനി എന്തൊക്കെ ആരോപണം തെളിഞ്ഞ്, എന്തൊക്കെ കട്ട്, എന്തൊക്കെ മോട്ടിച്ച്, ഇനി എത്ര കേസ് വന്നാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും ഞങ്ങൾ രാഷ്ട്രീയമായും നേരിടും, ധാർമ്മികമായും നേരിടും, പിന്നെ ഞങ്ങൾ അഹങ്കാരം കൊണ്ട് നേരിടും. മനസ്സിലായേ? ഇതിൻ്റെയൊക്കെ ദുഃഖമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ. നല്ലവരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ പോയില്ലല്ലോ. നമ്മൾ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് അല്ലേ, പാർട്ടിയുടെ കൊടി ജനിച്ചപ്പോഴേ ഇന്ന കൊടിയിലാണ് ഞങ്ങൾ ജനിച്ചതെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. ഭയങ്കര ഇതിലാണ്. എന്തൊക്കെ തന്നാലും അവസാനം ചക്കരയെ മുത്തേ പാനയെന്ന് വിളിക്കുമ്പോൾ പോയി കറക്കി പിടിച്ച് അവിടെ ചിലപ്പോൾ കണ്ണും തലയും വീണ് കറങ്ങി കുത്തും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള അവകാശത്തെ കൃത്യമായി വിനിയോഗിക്കണം. ആരാണോ യോഗ്യതയുള്ളവർ അവർക്ക് വോട്ട് കൊടുക്കണം. രാഷ്ട്രീയമല്ല പ്രധാനം, രാഷ്ട്രമാണ് പ്രധാനം. അല്ലേ? ശരിയല്ലേ? രാഷ്ട്രീയമാണോ രാഷ്ട്രമാണോ പ്രധാനം? രാഷ്ട്രമാണ്. അടിയറ വെക്കരുത് നമ്മൾ നമ്മുടെ അവകാശത്തെ, ആർക്കും പേറ്റൻ്റായിട്ടും കൊടുക്കരുത്. അപ്പോൾ ഇവിടെ രാമൻ അന്ന് ഉപേക്ഷിച്ചു. ആ സമയത്ത് തന്നെ ഇതിനുള്ള ശിക്ഷ കിട്ടണമല്ലോ. അയാളൊരു കർമ്മമാണല്ലോ ചെയ്തത്, അല്ലേ? സീതയെ അപമാനിക്കുന്നൊരു കർമ്മമാണ്. അതുകൊണ്ട് അയാൾ അടുത്ത ജന്മത്തിൽ കൃഷ്ണൻ്റെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി. അയാളാണ് ഈ അലക്കുകാരനായി വന്നത്. ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ വസ്ത്രം ചോദിച്ചാൽ. ആ വസ്ത്രത്തോട് വലിയ മോഹമൊന്നുമില്ല. കാര്യം ഗോപികമാരെ വസ്ത്രം എടുത്തിട്ട് വസ്ത്രം വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് വസ്ത്രത്തിനോട് മോഹം വരുമോ? മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കാരണമുണ്ടാക്കി തീർത്തു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആളിനെ കണ്ടല്ലോ നമ്മൾ, അവിടുത്തെ ബ്യൂട്ടീഷ്യനായിട്ട് വന്ന കുബ്ജ. ആരാ? രാമാവതാര കാലത്തെ മന്ദരയാണ്. മന്ദരയുടെ വളഞ്ഞ ബുദ്ധി കൊണ്ടാണല്ലോ രാമൻ വനത്തിൽ പോകേണ്ടി വന്നത്. പക്ഷേ അത് രാവണനെ നിഗ്രഹിക്കാൻ ഒരു നിമിത്തം കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ സുന്ദരി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? പക്ഷേ മന്ദബുദ്ധി, ഈ വക്രബുദ്ധി ഉപയോഗിച്ചതുകൊണ്ട് വളഞ്ഞവളുമായി, കൂനിയായി വന്നു. അപ്പോൾ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു? ആ ശിക്ഷയെ അങ്ങ് കുറച്ചു, സുന്ദരിയാക്കി മാറ്റി. ഇത് കഴിഞ്ഞ് പിന്നെ വില്ലാണ് ഒടിക്കുന്നത്. എന്താ വില്ല്? വില്ലെന്ന് പറയുന്നത് രാവണൻ്റെ പ്രതാപമാണ്. മനസ്സിലായില്ലേ? രാവണൻ്റെ പ്രൗഢിയെ, ദേഹാഭിമാന ബോധമുള്ളവൻ എപ്പോഴും അവൻ്റെ പ്രൗഢി കൊണ്ടല്ലേ അഭിമാനിക്കുന്നത്. മനസ്സിലായേ? കംസൻ ഇവിടെ തൻ്റെ പ്രൗഢിയെ പ്രദർശിപ്പിച്ചാണ് അഭിമാനം കൊണ്ടുകൊണ്ടിരുന്നത്. അതാണ് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ എന്ത് ചെയ്തത്? വില്ലിനെ എടുത്ത് പ്രദർശിപ്പിച്ചത്. ആ പ്രൗഢി എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള ആളാണ്, എനിക്ക് ഇത്രയും ശക്തിയുണ്ട്, സമ്പത്തുണ്ട്, ഇതൊക്കെയാണല്ലോ പ്രൗഢിക്ക് പറയുന്നത്. ആ വില്ലിനെ ഓടിച്ചു, പ്രൗഢിയെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ വരുന്ന കുവലയപീഠത്തിന് നേരെ. കുവലയപീഠം എന്താണെന്ന് വെച്ചാൽ ഗർവാണ്. ഗർവിന് 2 കൊമ്പുകളുണ്ടാവും. ഗർവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഈശ്വരീയമായ ജീവിതത്തിൽ ശത്രുവാണ്, അല്ലേ? ഗർവ്. ആ ഗർവിന് 2 കൊമ്പുണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് അഹന്തയും ഒന്ന് മമതയും. മനസ്സിലായില്ലേ? ഈ 2 കൊമ്പിലാണ് കോർക്കാൻ വന്നത്. ഭഗവാൻ ഈ ഗർവിനെ ഒറ്റയടിക്കങ്ങ് ഇല്ലാതാക്കി. നമ്മളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗർവിനെ ഉപേക്ഷിക്കേണ്ടതാണ്, ഇല്ലാതാക്കേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി.
പിന്നെ അത് കഴിഞ്ഞിട്ടോ മമത എന്നതിന് ഭഗവാൻ അങ്ങ് ചേർത്ത് പിടിച്ചു. മമത ആരോടായിരിക്കണം ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവേണ്ടത്? ഈശ്വരനോടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മമത ഉണ്ടാകേണ്ടത് ആരോടാ? ഈശ്വരനോടാണ്. അഹന്ത ആരുടെ കയ്യിലേക്ക് കൊടുത്തു? അടുത്ത കൊമ്പ് ഊരിയിട്ട് ബലരാമന് കൊടുത്തില്ലേ? അഹന്ത എന്ത് ചെയ്യണം? ആത്മബലം കൊണ്ട് ഇല്ലാതാക്കണം, പിടിക്കണം, മുറുക്കി പിടിക്കണം. മനസ്സിലായില്ലേ? അവിടെ അതുകൊണ്ടാണ് ആ കൊമ്പ് ആരുടെ ഈ ബലരാമൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് കഴിഞ്ഞ് രണ്ടുപേരകത്തേക്ക് പോണ്ട്, മുഷ്ടികനും ചാണൂരനും. ആരാ? ദേഹാഭിമാന ബോധത്തിൽ ഗർവിൻ്റെ തൊട്ടുപുറവിൽ ഗർവിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ് രാഗദേശങ്ങൾ. രാഗ എന്ന് പറയുന്ന ചാണൂരനാണ്. അതുകൊണ്ട് ഭഗവാൻ ചാണൂരനെ അങ്ങ് തന്നിലേക്ക് ലയിപ്പിച്ചു. പിന്നെ ദേഷ്യത്തെ നിയന്ത്രിക്കണമെങ്കിൽ കുറച്ച് ബലം വേണ്ടേ? ഇല്ലേ? ദേഷ്യം നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് ബലം വേണം. രാഗം വളരെ എളുപ്പമാണ്. രാഗത്തിനൊരർത്ഥം സ്നേഹമൊന്നും കൂടെ വിളിച്ചാൽ കുടിഞ്ഞു വന്നോളും. അപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ഇച്ചിരി ബലം വേണം. അതുകൊണ്ട് ബലരാമനെ കൊണ്ട് മുഷ്ടികനെ കൈകാര്യം ചെയ്യിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അവശേഷിക്കുന്ന ദേഹബോധമാണ്. മനസ്സിലായില്ലേ? ഈ ദേഹബോധമാണ് കംസൻ. ദേഹാബോധമാണ് കംസൻ, ദേഹാഭിമാനമാണ്. ആ ദേഹബോധത്തെ ഭഗവാൻ ഇല്ലാതാക്കി. അതായത് ആത്മബോധത്തെ പകർന്നു. അതാണ് കംസൻ മരിക്കുമ്പോൾ കംസൻ്റെ ജീവൻ ഭഗവാനിലേക്ക് ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതായത് ദേഹബോധത്തെ വെടിഞ്ഞ ജീവൻ ആത്മബോധത്തിലേക്ക് വന്ന് ചേർന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയല്ലേ? ആണോ അല്ലയോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണ് കംസവധം. മനസ്സിലായില്ലേ? നമ്മളിപ്പം ജീവിക്കുന്ന കംസനായിട്ടാണ്. അപ്പം നമ്മുടെ കാരാഗൃഹത്തിനുള്ളിൽ, കംസൻ്റെ കാരാഗൃഹത്തിൽ തന്നെയാണല്ലോ ഭഗവാൻ ജനിച്ചത്. അതുപോലെ നമ്മുടെ കാരാഗൃഹത്തിനുള്ളിൽ, അജ്ഞാനമാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ കാരാഗൃഹത്തിനുള്ളിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആര് ജനിക്കണം? ഭഗവാൻ ജനിക്കണം. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ദേവകീ കൃഷ്ണനും ഭാഗവത കൃഷ്ണനും രണ്ട് കാഴ്ചപ്പാടുണ്ട്. അതിൽ ഭാഗവത കൃഷ്ണനായി ഭഗവാനെ അവതരിപ്പിക്കേണ്ടതോടെയാണ് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അവതരിക്കുന്നതോടെ നമ്മളിൽ നിന്ന് എന്തൊക്കെ ദുർഗുണങ്ങൾ ഇല്ലാണ്ടാവണോ അതിനെയാണ് ഇവിടെ പൂതനയും ഷടകാസുരനും തൃണാവർത്തനും അഹാസുരനും ബഹാസുരനും ഒക്കെ ആയിട്ട് കാണേണ്ടത്. കാളിയമർദ്ദനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ജ്ഞാനത്തെ ഉയർത്തലാണ്. മനസ്സിലായില്ലേ? ആ വെണ്ണ അപഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് സർവ്വതും ഭഗവാന്റേതാണെന്ന ബോധത്തെ സൃഷ്ടിക്കലാണ്. അത് കഴിഞ്ഞിട്ട് വസ്ത്രാപഹരണം എന്ന് പറഞ്ഞാൽ ദേഹാഭിമാന ബോധത്തെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന രാസലീല എന്ന് പറഞ്ഞാലോ പരമമായ ഈശ്വരനെ ഉള്ളിൽ നിറയ്ക്കലാണ്. ആ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഭഗവാന്റെ സവിധത്തിലേക്ക് യാത്രയാവണം. അതിനെന്ത് വേണം? ആ ഭ്രമിച്ച ജീവനെ ശുദ്ധീകരിക്കണം. അതാണ് അക്രൂര ശുദ്ധീകരിച്ചത്. അത് കഴിഞ്ഞ് നേരെ ആ ദേഹാഭിമാന ബോധത്തിൻ്റെ ഏറ്റവും ശക്തമായ അവസാന ഭാഗമായ ബീജമാകുന്ന ആ ദേഹബോധത്തെ നേരിടാൻ വേണ്ടി യാത്ര തിരിക്കുന്ന സമയത്ത് അവിടെ കർമ്മഫലം കൊണ്ടുള്ള പ്രാരാബ്ധ കർമ്മങ്ങളെ നീക്കുന്നതാണ്. അവിടെ ആ തയ്യൽക്കാരനെയും കുബ്ജയുടെയൊക്കെ പ്രാരാബ്ധങ്ങളെ കഴിഞ്ഞ പൂർവ്വജന്മ വാസനകളെ ശുദ്ധീകരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ചെയ്യുന്നത് പ്രൗഢിയെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ ഗർവിനെ ശമിപ്പിച്ചു. അത് കഴിഞ്ഞ് രാഗദേശങ്ങളെ ഇല്ലാതാക്കി. ഒടുവിൽ ദേഹബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഭഗവത് ബോധത്തിലേക്ക് ലയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള ജീവനാണ് ഗോപിക ജീവൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവനെ സ്വീകരിക്കുന്നതാണ് ഗോപസ്വരൂപം, ഭഗവാന്റെ ജ്ഞാന സ്വരൂപം. ഈ നിലയിൽ നമ്മളിലുള്ള പരിവർത്തനത്തിനെയാണ് കംസവധം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ വധം നടക്കണോ വേണ്ടയോ? നടക്കണോ വേണ്ടയോ? നടക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ഭാഗവതം നമ്മളെ ശുദ്ധീകരിക്കാനാണ്. മനസ്സിലായോ? നമ്മളിലുള്ള ശുദ്ധീകരിക്കാനാണ്. ഈ ബോധത്തിൽ നമുക്ക് ഭഗവാനെ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.